അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിന്റെ കൃപ ഞാൻ എന്നും പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തോറും ഞാൻ വിവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ഞാൻ എന്നും പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തോറും ഞാൻ വിവരിക്കും. അങ്ങയുടെ കൃപയാൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും വിശ്വസ്തത സ്വർഗത്തെ സുസ്ഥിരമാണെന്നും അങ്ങ് പറഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു, ദാസനായ ദാവീദിനോട് ശപഥം ചെയ്തു. നിന്റെ സന്തതിയെ ഞാൻ എന്നെന്നും നിലനിർത്തും. നിന്റെ സിംഹാസനം തലമുറ തോറും പണിതുയർത്തും. കർത്താവേ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങൾ പ്രകീർത്തിക്കട്ടെ. വിശുദ്ധരുടെ സമൂഹം അങ്ങയുടെ വിശ്വസ്തതയെ. കർത്താവിന് തുല്യനായ ഉന്നതത്തിൽ ആരുണ്ട്? വാനദൂതരിൽ അങ്ങേക്ക് സദൃശനായ ആരാണുള്ളത്? വിശുദ്ധരുടെ സമൂഹത്തിൽ ദൈവം സന്നിഹിതനാണ്. ചുറ്റുമുള്ള എല്ലാവരെയും കാൾ ഉന്നതനും ഭീതിതനുമാണ്. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങേ പോലെ ബലവാനായ ആരാണുള്ളത്? അങ്ങയുടെ വിശ്വസ്തത അങ്ങയുടെ ചുറ്റും. ഇളകി മറിയുന്ന കടലിനെ അങ്ങ് അടക്കി വാഴുന്നു. അലറി വരുന്ന തിരമാലകളെ അങ്ങ് നിശബ്ദമാക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് തുല്യം അഹങ്കാരികളെ അങ്ങ് വിനീതരാക്കുന്നു. അങ്ങയുടെ ഭുജബലത്താൽ വൈരവൃന്ദത്തെ ചിതറിക്കുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടേതാകുന്നു. ലോകവും അതിലുള്ള സമസ്തവും അങ്ങ് സ്ഥാപിച്ചു. വടക്കും തെക്കും അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു. താബോറും ഹെർമോനും അങ്ങയുടെ നാമം സ്തുതിക്കുന്നു. ശക്തിയും ശേഷിയും അങ്ങയുടേതാണ്. അങ്ങയുടെ കരം പ്രബലമാണ്. അങ്ങയുടെ വലങ്കൈ വിജയിച്ചിരിക്കുന്നു. നീതിയിലും ന്യായത്തിലും അങ്ങയുടെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കൃപയും സത്യവും തിരുസന്നിധിയിലുണ്ട്. അങ്ങയുടെ മഹത്വം അറിയുന്ന ജനം ഭാഗ്യവാന്മാർ.
അങ്ങയുടെ മുഖകാന്തിയിൽ അവർ വ്യാപരിക്കുന്നു. തിരുനാമത്തിൽ അവർ എന്നും ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയാൽ അവർ ഉയർത്തപ്പെടുന്നു. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങാണല്ലോ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ വിജയിപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവും. ഒരിക്കൽ അവിടുന്ന് തന്റെ നീതിനിഷ്ഠരോട് ദർശനത്തിൽ സംസാരിച്ചു. ഒരു മനുഷ്യനെ ഞാൻ സഹായിച്ചു, ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധിയുടെ ധൈര്യത്താൽ അവനെ അഭിഷേചിച്ചു. എന്റെ കരം അവന് സഹായമേകി, എന്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തി. അവന്റെ ശത്രു ഒന്നും നേടിയില്ല, ദുഷ്ടർ അവനെ കീഴ്പ്പെടുത്തിയില്ല. അവന്റെ മുമ്പേ ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും, എതിരാളികളെ ഞാൻ തകർക്കും. എന്റെ വിശ്വസ്തതയും കൃപയും അവനോടൊത്താണ്, എന്റെ നാമത്തിൽ അവൻ വിജയം വരിക്കും. അവന്റെ കരം സമുദ്രത്തിന്മേലും വലതുകരം നദികളുടെ മേലും ഞാൻ വയ്ക്കും. അവൻ ഉദ്ഘോഷിക്കും, അങ്ങാണ് എന്റെ പിതാവ്, എന്റെ ദൈവവും ബലവാനായ രക്ഷകനും അങ്ങു തന്നെ. ഞാൻ അവനെ എന്റെ ആദിജാതനാക്കും, ഭൂമിയിലെ രാജാക്കന്മാരിൽ ഏറ്റവും സമുന്നതനാക്കും. അവനോട് ഞാൻ എന്നും കൃപ കാണിക്കും, എന്റെ ഉടമ്പടി അഭംഗുരം പാലിക്കും. അവന്റെ സന്തതിയെ ഞാൻ നിത്യമായി നിലനിർത്തും, അവന്റെ സിംഹാസനം സ്വർഗത്തിലെ ദിവസങ്ങൾ പോലെയും. അവന്റെ മക്കൾ എന്റെ പ്രമാണം മറക്കുകയും എന്റെ കൽപ്പന ലംഘിക്കുകയും ചെയ്താൽ അവരുടെ ദുഷ്ടതയെ ദണ്ടുകൊണ്ടും അകൃത്യങ്ങളെ പ്രഹരം കൊണ്ടും ഞാൻ ശിക്ഷിക്കും. എങ്കിലും ഞാൻ എൻ്റെ കൃപ പിൻവലിക്കുകയില്ല, എന്റെ വിശ്വസ്തത മാറ്റുകയില്ല. എന്റെ ഉടമ്പടി ഞാൻ ഉപേക്ഷിക്കുകയില്ല, എന്റെ വാക്കുകളിൽ മാറ്റം വരുത്തുകയില്ല. എന്റെ പരിശുദ്ധിയിൽ ദാവീദിന് ഞാൻ ഒരു നാൾ വാക്കു നൽകി, ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. അവന്റെ വംശം എന്നും നിലനിൽക്കും, സിംഹാസനം സൂര്യനെ പോലെയും വിശ്വസ്ത സാക്ഷിയായ ചന്ദ്രനെ പോലെയും എന്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും. എങ്കിലും അങ്ങ് എന്നെ മറന്നുപോയി, എന്നെ തിരസ്കരിച്ചു, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിച്ചു. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി തള്ളിക്കളഞ്ഞു, അവന്റെ കിരീടം നിലത്തെറിഞ്ഞു. അവന്റെ മതിലുകൾ ഇടിച്ചു വീഴ്ത്തി, കോട്ടകളെല്ലാം തട്ടിത്തകർത്തു. വഴിപോക്കരെല്ലാം അവനെ ചവിട്ടി മെതിച്ചു, അയൽക്കാർ അവനെ പരിഹസിച്ചു. അവന്റെ ശത്രുക്കളെ നീ ശക്തിപ്പെടുത്തി, വിദ്വേഷികൾക്കെല്ലാം ആനന്ദമേകി. അവന്റെ വാളിന്റെ സഹായം നീ പിൻവലിച്ചു, യുദ്ധക്കളത്തിൽ തുണ നൽകിയില്ല. അവനെ വിജയിപ്പിക്കുന്നവരെ അങ്ങ് ഇല്ലാതാക്കി, അവന്റെ സിംഹാസനം മറിച്ചിട്ടു. അവന്റെ യൗവനനാളുകൾ വെട്ടിച്ചുരുക്കി, അപമാനത്താൽ അവനെ പൊതിഞ്ഞു. കർത്താവേ, എത്ര നാളങ്ങ് കോപിച്ചിരിക്കും, എന്നേക്കും അങ്ങയുടെ കോപം കത്തിച്ചൊലിക്കുമോ? ഞാൻ ധൂളി മാത്രമാണെന്ന് ഓർക്കണമേ, മനുഷ്യൻ വ്യർത്ഥതയ്ക്ക് അടിമയാണെന്ന് അനുസ്മരിക്കണമേ. മരണമടയാതെ ജീവിക്കുകയും സിയോലിന്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷിക്കുകയും ചെയ്ത മനുഷ്യനാരുണ്ട്? കർത്താവേ, വിശ്വസ്തതയിൽ അങ്ങ് ദാവീദിന് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പൂർവകാല നന്മകൾ എവിടെയാണ്? കർത്താവേ, അങ്ങയുടെ ദാസന്റെ അപമാനം ഓർക്കണമേ, ജനതകളുടെ ആക്ഷേപം ഞാൻ സദാ സഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ എന്നെ ദ്വേഷിക്കുന്നു, അങ്ങയുടെ അഭിഷിക്തന്റെ കാലടികളെ നിന്ദിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ, ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
പുറത്തു വരുവിൻ. വിജയവിരാജിത രാജാവാകും മിശിഹാനാഥൻ ആഗതനാകും സുദിനത്തിൽ. അധ്വാനിച്ച വിശുദ്ധഗണങ്ങൾ ദീപമൊരുക്കി എതിരേൽപ്പിനായി അണിചേരും. വേഗം നീങ്ങും മേഘച്ചിറകിൽ ആകാശത്തു പറക്കുമവർ. ഓശാന സ്തുതിഗീതികളാൽ മിശിഹാനാഥനെ എതിരേൽക്കും. നയന മനോഹര നൃത്തമോടെ അവനോടൊപ്പം അവർ നീങ്ങും. അഴിവിയലാത്തൊരു രാജ്യത്തിൽ മഹിമാവാസമണിഞ്ഞവരായി നിത്യം രാജിക്കും. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. മഹിമയണിഞ്ഞ വിശുദ്ധ ഗണങ്ങൾ സ്വലോകത്തിൽ മകുടം ചൂടി വിളങ്ങുമ്പോൾ ഗേഹന്നായിൽ നിബദിച്ചവരോ അഗ്നിക്കുള്ളിൽ അലമുറ കൂട്ടും വിലപിക്കും. കാരുണ്യത്തിൻ ചെയ്തികളില്ല അവരുടെ ജീവിത പന്ഥാവിൽ. അതിലാനുന്നത കാരുണ്യം അവരുടെ മേൽ വന്നണയില്ല. സകലേശൻ ചെവി ചായ്ക്കില്ല, കണ്ണവിടേക്കുതിരിക്കില്ല. മർത്യകുലത്തിൻ രക്ഷയ്ക്കായി സുതനെ നൽകിയ പ്രിയദാത സുതരിൽ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശ്ലീഹന്മാർ തൻ വിശ്വാസത്തിൽ പാവന സഭയെ പണി ചെയ്തവനാം മിശിഹായി. വാഗ്ദാനം പോൽ നരകവാട് അതിനെതിരായി പ്രബലപ്പെടുകിൽ ഒരു നാടും. കർത്താവാം നിൻ സ്തുതി പാടിയിടാൻ വൈദിക നിരയെ കാക്കേണം. നിന്റെ വിശുദ്ധരെ സ്നേഹത്താൽ ധരയിലുയർത്തിയ രക്ഷകനെ അവരുടെ പ്രാർത്ഥനയാൽ എന്നും ശുശ്രൂഷകരെ കാക്കണമേ. അവരോടൊപ്പം ഞങ്ങൾക്കും നിൻ രാജ്യത്തിൽ സ്തുതി പാടാൻ യോഗ്യതയേകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ
നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. വിശുദ്ധാലയത്തിൽ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. കൃപയും സത്യത്തെയും പ്രതി തിരുനാമം പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനം മറ്റെല്ലാ നാമത്തെയും കാളങ്ങ് മഹത്വപ്പെടുത്തി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി എന്റെ ശക്തി വർദ്ധിപ്പിച്ചു. കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ ജീവനെ പാലിക്കണമേ. ശത്രുക്കളുടെ ക്രോധത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലതുകരം എന്റെ മേൽ നിഴലിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്നേക്കുമാണ്. അങ്ങയുടെ കരവേല ഉപേക്ഷിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ത്രിത്വത്തിൻ വിജ്ഞാനം മർത്യനു നൽകാൻ കൽപ്പന കൈക്കൊണ്ടവരേ, സുവിശേഷത്തിനു സാക്ഷ്യം നൽകാൻ മരണത്തോളം പൊരുതി നിങ്ങൾ. മഹിത കിരീടം ചൂടും നിങ്ങൾ ഇസ്രായേലിൻ വിധികർത്താക്കൾ. നിങ്ങളണയ്ക്കും പ്രാർത്ഥനയാലെ ഞങ്ങൾക്ക് അഭയം നൽകിടുമീശൻ. താതനുമെന്നും സുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ, ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയാളനാണ് നീ എന്ന് മനുഷ്യവർഗത്തെ അറിയിക്കുവാൻ തിരുവിധാനത്തിന്റെ സാക്ഷികളായ സ്നേഹന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരിച്ചവരിൽ നിന്ന് നീ ഉയർത്തെഴുന്നേറ്റുവെന്ന് ദൃഢമായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഏവർക്കും രക്ഷാ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന ഞങ്ങൾക്ക് ഉയർപ്പിലുള്ള പ്രത്യാശ പകർന്നു തന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ലഭിച്ചവ ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാമോദീസ വഴി നിന്റെ പെസഹ രഹസ്യത്തിൽ പങ്കുകാരായി ഞങ്ങളെ പാപത്തിന് മരിച്ചവരും നിത്യജീവിതത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നവരുമായി ജീവിക്കുവാൻ പ്രാപ്തരാക്കണമെന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.